ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഈസ്റ്റർ അഥവാ ഉയിർപ്പ് തിരുനാൾ. എന്നാൽ മറ്റു പല ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈസ്റ്ററിനെ എല്ലാ വർഷവും ഒരു നിശ്ചിത തീയതിയില്ല എന്ന പ്രത്യേകതയുണ്ട്. ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളും പുരാതന പാരമ്പര്യങ്ങളും ഒത്തുചേരുന്ന ഒന്നാണ് ഈസ്റ്റർ തീയതി നിർണയം. പ്രകൃതിയിലെ മാറ്റങ്ങളും ആകാശത്തെ ചന്ദ്രന്റെ ചലനങ്ങളും ഈ ആഘോഷത്തിന്റെ തീയതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് വിജ്ഞാനപ്രദമായ ഒന്നാണ്. ഈസ്റ്റർ തീയതി ഓരോ വർഷവും മാറുന്നത് ഒരു ലൂണിസോളാർ കലണ്ടർ പിന്തുടരുന്നത് കൊണ്ടാണ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ഈസ്റ്റർ കണക്കാക്കുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാണ്. AD 325 നടന്ന നിക്യ കൗൺസിലിന്റെ തീരുമാനപ്രകാരം ഭൂമധ്യരേഖയ്ക്ക് മുകളിലൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന രാവും പകലും തുല്യദൈർഘ്യമുള്ള ദിവസത്തിന് ശേഷം വരുന്ന ആദ്യത്തെ പൗർണമി കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഈസ്റ്ററായി ആഘോഷിക്കുന്നത്. അതേസമയം യേശുവിന്റെ ഉയർപ്പ് നടന്നത് യഹൂദരുടെ പെസഹ തിരുനാളിന്റെ സമയത്താണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. യഹൂദ കലണ്ടർ പൂർണ്ണമായും ചന്ദ്രന്റെ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ തന്നെ ആ ചരിത്രപരമായ പശ്ചാത്തലവും പാരമ്പര്യവും നിലനിർത്തുന്നതിനാണ് ക്രൈസ്തവ സഭകളും ചന്ദ്രന്റെ ചലനങ്ങളെ ഈസ്റ്റർ തീയതി നിശ്ചയിക്കാൻ ആശ്രയിക്കുന്നത്. ചന്ദ്രവർഷവും സൗരവർഷവും തമ്മിൽ ഏകദേശം 11 ദിവസത്തെ വ്യത്യാസമുള്ളതിനാൽ ഓരോ വർഷവും പൗർണമി വരുന്ന തീയതി മാറുകയും അതനുസരിച്ച് ഈസ്റ്റർ മാർച്ച് 22-നും ഏപ്രിൽ 25-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഞായറാഴ്ചയിലേക്ക് മാറുകയും ചെയ്യുന്നു.